മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഴ്സ് കോഡ് എഡിറ്ററാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അഥവാ VS കോഡ് എന്നുള്ളത്. ഇവിടെ അതിൻ്റെ ഐക്കൺ കാണാം, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ഇതിൽ HTML, ജാവ, CSS, ജാവ സ്ക്രിപ്റ്റ് ഇവയെല്ലാം കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കും. സാധാരണ നോട്ട് പാഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, എക്സാമ്പിളായിട്ട് HTML കോഡ് ചെയ്യുകയാണെങ്കിൽ HTML/HTML അല്ലെ, ഹെഡ്, ടൈറ്റിൽ, അതിനെല്ലാം സ്ലാഷ് ടൈറ്റിൽ, പിന്നെ ഫോണ്ട് ടാഗ്, എല്ലാ ടാഗുകളുണ്ട്. അതിൻ്റെയൊക്കെ ക്ലോസിങ് ടാഗുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ടൈപ്പ് ചെയ്യണം. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുകയാണെങ്കിലോ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഇപ്പോൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് ആദ്യം എങ്ങനെയാണ് HTML എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് വരിക. ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ എവിടെയാണ് നമ്മുടെ വെബ് പേജിന് ആവശ്യമായിട്ടുള്ള HTML ഫയലുകൾ സേവ് ചെയ്യുന്നത്, അതായത് ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം സ്റ്റെപ്പായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കാം. ഫയൽ മെനുവിൽ ഉണ്ടായിരിക്കും ആഡ് ഫോൾഡർ ടു വർക്ക് സ്പേസ്. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ വർക്ക് സ്പേസ് അതാണ് ആഡ് ഫോൾഡർ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫോൾഡറിനെ സ്പെസിഫൈ ചെയ്യുന്ന, അതായത് വർക്ക് സ്പേസ് ആയിട്ട് കാണിച്ചു കൊടുക്കുന്നത്. അതായത് ഡെസ്ക്ടോപ്പിൽ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ന്യൂ ഫോൾഡർ എന്ന് കാണാം, ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ വെബ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ദെൻ ഈ വെബ് ഇവിടെ നോക്കാം, ഫോൾഡർ ഏതാണ് വർക്ക് സ്പേസിലേക്ക് ആഡ് ചെയ്യുന്ന ഫോൾഡർ, അത് ആ പേരാണ് ഇവിടെ വരേണ്ടത്. അതിപ്പോൾ ഇവിടെ ന്യൂ ഫോൾഡർ എന്നാണ് വന്ന് കിടക്കുന്നത്. നമ്മൾ വെബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടോ, ഫോൾഡർ വെബ് എന്നായി. ദെൻ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ എക്സ്പ്ലോററിൽ എന്ത് കാണാം, വെബ് എന്ന് പറഞ്ഞ ഫോൾഡർ കണ്ടോ, വർക്ക് സ്പേസിലേക്ക് ആഡ് ആയി. ഇവിടെ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ HTML പേജ് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. നോക്കൂ, ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതിൽ, ആദ്യം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ന്യൂ ഫയൽ എന്ന് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഒരു ബോക്സ് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ HTML പേര് കൊടുക്കുക. അതായത് ഒരു HTML പേജ് എങ്ങനെ സേവ് ചെയ്യണം, .html എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനോട് കൂടി സേവ് ചെയ്യണം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, വെബ് സൈറ്റ് എന്ന് പറഞ്ഞ പേരിൽ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ എൻ്റർ അടിക്കുക. കണ്ടോ, റൈറ്റ് സൈഡിൽ ഇവിടെ വരും, കണ്ടോ, വെബ്സൈറ്റ് .html. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് HTML ബേസിക് ആയിട്ടുള്ള ടാഗുകൾ, അതിൻ്റെ ക്ലോസിംഗ് ടാഗുകൾ കൊണ്ടുവരാൻ സാധിക്കും. ഒന്ന്, നിങ്ങൾ HTML എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടോ, HTML5 വെർഷൻ 5 അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ഡൗൺ ആരോ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചാൽ കണ്ടോ, ഡോക്ക് ടൈപ്പ് മുതൽ താഴത്തേക്ക് വരും. അതായത് ഡോക്യുമെൻ്റ് ടൈപ്പ് ഏതാണ്, HTML ആണ്. ദെൻ മെറ്റാ ടാഗ് ഉണ്ടോ, ഹെഡ്, ഇതിൻ്റെ /ഹെഡ്, ബോഡി /HTML എല്ലാം ഇവിടെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. പിന്നെ മെറ്റാ ടാഗുകൾ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ക്യാരക്ടർ സെറ്റ് എന്താണ്, UTF ആണ് ഇതൊക്കെ. അതായത് ഇപ്പോൾ നമ്മൾ HTML ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് വെബ്സൈറ്റുകൾ മാത്രമാണോ, ഇംഗ്ലീഷിലുള്ള ക്യാരക്ടറുകൾ മാത്രമാണോ വെബ്സൈറ്റിൽ ഉണ്ടാവുക, വെബ് പേജിൽ ഉണ്ടാവുക? അല്ല, പല ലോകത്ത് ഒരുപാട് ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നിരവധി ക്യാരക്ടേഴ്സുകൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ. അതായത് ഒരുപാട് ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന UTF ആണ്. UTF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ യൂണിക്കോഡ് ട്രാൻസ്ഫോർമേഷൻ ഫോർമാറ്റാണ് UTF എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് നമുക്ക് എത്രത്തോളം ക്യാരക്ടേഴ്സിൽ എൻകോഡ് ചെയ്യാം, 11,12,064 അത്രത്തോളം ക്യാരക്ടേഴ്സുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എൻകോഡിങ് ഫോർമാറ്റാണ്. പിന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന മെറ്റാ നെയിം ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. HTTP സെർവറിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് HTTP ഹെഡർ എന്തെല്ലാം കാര്യങ്ങളാണ്, സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വ്യൂ പോർട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് എടുക്കുക, ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ മാത്രമല്ല, മൊബൈലിൽ എടുക്കാം, ടാബിൽ എടുക്കാം. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിവൈസുകളാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ക്രീൻ സൈസ് ആയിരിക്കും അല്ലേ. അപ്പോൾ റെസ്പോൺസീവ് ആവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മെറ്റാ നെയിം, ഇങ്ങനെ വ്യൂ പോർട്ട്, ഇതെല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇത് നോക്കുക, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു ഹെഡിങ് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ബോഡി ടാഗ്, ഇവിടെ ഞാൻ ഫസ്റ്റ് നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ജസ്റ്റ് കൊടുക്കണം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ബോഡി സ്പേസ് അടിച്ചതിന് ശേഷം BG കളർ ഈക്വൽ ടു എന്ന്
പറഞ്ഞുകൊണ്ട് കണ്ടോ ഈക്വൽ എന്ന് കൊടുത്ത ഓട്ടോമാറ്റിക്കലി ഡബിൾ കൊട്ടേഷൻ ഓപ്പണിങ് ക്ലോസിങ് വരും, കഴ്സർ പോയിന്റ് അതിനകത്ത് വരും. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളർ കൊടുക്കും. ഇതിനൊക്കെ ശരിക്കും ഹെക്സാഡെസിമൽ വാല്യൂ കോഡുകളാണ് ഉണ്ടാവുക, കളർ കോഡുകൾ. നമ്മൾ സ്പ്രിങ് കൊടുത്തു. ഇനി എന്ത് ചെയ്യുന്ന ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. എന്താണ് ഫസ്റ്റ് നോക്കുക, H1 എന്ന് പറഞ്ഞുകൊണ്ട്. H1 ഈ ടാഗ് ഓപ്പൺ ചെയ്യുന്ന വേണ്ട, ജസ്റ്റ് നിങ്ങൾ H1 എന്ന് മാത്രം കൊടുക്കുക, എൻ്റർ അടിച്ചാൽ മതി. ഉണ്ടോ /H1 ആണ് വരും. ഇവിടെ ഒരു ഹെഡിങ് ടൈപ്പ് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, Ctrl+S. ഇവിടെ നോക്കിയപ്പോൾ website.html എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ടാവും ഒരു സർക്കിൾ കാണാം. അതായത് നിങ്ങൾ ചെയ്തിട്ട് സേവ് ചെയ്തിട്ടില്ല, അങ്ങനെ സർക്കിൾ കണ്ടാൽ അതായത് നിങ്ങൾ എന്ത് എഡിറ്റിംഗ് വർക്ക് നടത്തിയോ നിങ്ങൾ സേവ് ചെയ്തിട്ടില്ല. സേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, Ctrl+S. ഉണ്ടോ, സേവ് ആയി. ഇനി ഇത് എങ്ങനെ റൺ ചെയ്യാം, ഇവിടെ website.html ഇതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് കൊടുക്കും. അപ്പോൾ ലൈവ് സെർവറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് കാണുവാൻ സാധിക്കും. അത് വേറെ വെബ്സൈറ്റ് ആയിട്ട് തന്നെ വരും. കണ്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഇനി നിങ്ങൾ ഇതിനെ എടുക്കുക, വിഷ്വൽ സ്റ്റുഡിയോ കൂടാതെ ആൾട്ട് ടാബ് അടിച്ചാലും മതി. ഇവിടെ നിങ്ങൾ ജസ്റ്റ് കളറൊന്ന് മാറ്റി കൊടുത്തു, അതിനനുസരിച്ച് അവിടെയും മാറും. അപ്പോൾ ഇവിടെ H1 എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യുന്നു, താഴെ H2 Ctrl+S സേവ് ചെയ്തു. ആൾട്ട് ടാബ് അടിച്ചാണ്ടോ ഇവിടെ അതിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എക്സ്റ്റൻഷൻ സെൻറ്റർ 20. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കളർ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൊടുക്കാമെന്ന് വിചാരിക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് താഴെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ വെറും HR എന്ന് കൊടുക്കുക, എൻ്റർ അടിച്ചാൽ മാത്രം മതി. അപ്പോൾ നോക്കൂ, സേവ് ചെയ്ത് Ctrl+S അടിച്ചു. ഇവിടെ വന്ന് കണ്ടോ ഹൊറിസോണ്ടൽ ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് തിക്നെസ് എല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേണം സൈസ് =3 കൊടുക്കും. അതിന് കളർ വേണമെങ്കിലോ ഇവിടെ തന്നെ നിങ്ങൾക്ക് കളറും കൊടുക്കാവുന്നതാണ്. കളർ കളർ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ മാർക്ക് ടാഗ് കൊടുക്കണം. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എങ്ങനെ കൊടുക്കാം, ടേബിൾ കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് സ്ലാഷ് ടാബിൽ വരുന്നുണ്ട്. അവിടെ ലെസ് ദാൻ സിമ്പിൾ ഇടുമ്പോൾ തന്നെ വെച്ചുകൊണ്ടുള്ള കുറേ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അത് ആവശ്യമുള്ള ഡൗൺ ആർ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, മാർക്ക് ടാഗ് കൊടുക്കുന്നു. മാർക്ക് MAR എന്ന് കൊടുത്തു. കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സ്ലാഷ് മാർക്ക് വരെ വന്നിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, ഞാൻ ബോൾഡായിട്ട് ഇപ്പോൾ B ഉണ്ടോ /B വരും. ഇറ്റാലിക് I എന്ന് കൊടുത്തു. അണ്ടർലൈൻ U കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ /U കൂടി വരും. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒന്ന് നോക്കുക, സേവ് ചെയ്തിട്ട്. കണ്ടോ മാർക്ക് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ചെയ്യുമെന്ന് അറിയാമല്ലോ, ഡയറക്ഷൻ മൂവ് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലേക്കോ ഡയറക്ഷൻ റൈറ്റിലേക്കൊക്കെ ആക്കാം. അത് ഡിഫോൾട്ടായിട്ട് ലെഫ്റ്റിലേക്കാണ്. നമുക്കറിയാം അവിടെ ഉണ്ടായിരിക്കും മാർക്ക് ഓപ്പൺ ചെയ്താൽ ബിഹേവിയർ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റൈറ്റ് എന്ന് കൊടുത്താൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യും അല്ലേ. ബിഹേവിയർ സ്ലൈഡ് കൊടുക്കാം, ആൾട്ടർനേറ്റ് കൊടുക്കാം, ഇത് കൊടുക്കാം. ഇനി ഇവിടെ ഇതിന് നമുക്ക് ഫോണ്ട് കളർ കൊടുക്കണമെങ്കിലോ, ആദ്യമേ ഫോണ്ട് ഓപ്പൺ ചെയ്തില്ല, അതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഫോണ്ട് F എന്ന് അടിച്ച് എൻ്റർ അടിച്ചാണ്ടോ /ഫോണ്ട് വരും. ഇതിൽ /ഫോണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഇതെന്ത് ചെയ്യണം, മാർക്ക് കഴിഞ്ഞതിന് ശേഷം അതിന് മുന്നേ അല്ലേ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോണ്ടിന് കളർ സൈസ് എല്ലാം കൊടുക്കാൻ സാധിക്കുമല്ലോ. ഇവിടെ കളർ ഇത് കൊടുക്കാം, യെല്ലോ കൊടുക്കും. ഉണ്ടോ, യെല്ലോയിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ ക്യാമ്പസ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ കൂടി വരണമെന്നുണ്ടെങ്കിലോ, ഇവിടെ അത് മാർക്യൂലാണ് ബാക്ക്ഗ്രൗണ്ട്, മാർക്യൂവിൻ്റെ മൂവ്മെൻറ്റ്സിലാണ് ബാക്ക്ഗ്രൗണ്ട് കളർ വേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, BG കളർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ സാധിക്കും. ബ്ലാക്ക് സേവ് ചെയ്തു, ഓൾട്ട് ടാബ് അടിച്ചു. പേഴ്സണൽ കമ്പ്യൂട്ടർ ക്യാമ്പസ്. ഈ പേഴ്സണൽ കമ്പ്യൂട്ടർ ക്യാമ്പസിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ ഫോണ്ട് എന്നുള്ള ഇവിടെ വരിക, ഫോണ്ടിൻ്റെ കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് കൊടുക്കാം, നമുക്ക് സൈസ് ഒരു 4. ഈ രീതിയിൽ നമുക്ക് HTML വളരെ സിമ്പിളായിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ചെയ്യാൻ സാധിക്കും.